ടി.എസ്. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഹരി, എന്താണിപ്പോൾ സാഹചര്യം? പ്രവർത്തകർ ഏറിയ പങ്കും പിൻവാങ്ങിയോ? ഈ പ്രതിഷേധം നടന്ന സ്ഥലത്ത് നിന്ന് പ്രവർത്തകർ പിൻവാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ശശി തരൂർ എം.പിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിരുന്നവർ, നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയെടുത്ത ആകെ ഉണ്ടായിരുന്ന പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ശശി തരൂർ എം.പിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിരുന്നവരാണ്. അവരിപ്പോൾ KPCC ഓഫീസിലേക്ക് ഇപ്പോൾ കാൽനടയായി പോവുകയാണ്. അതായത് ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അവരുടെ യാത്ര. ഇപ്പോൾ ആ യാത്ര വെള്ളയമ്പലം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ നിന്ന് KPCC ഓഫീസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. കാൽനടയാണ് യാത്ര നടത്തുന്നത്. മുദ്രാവാക്യം വിളികളുമായി ഏകദേശം ഒരു 50ഓളം പ്രവർത്തകരും അദ്ദേഹത്തിന് ഒപ്പമുണ്ട്. എന്തായാലും ഒരു സംഘർഷ സാധ്യത DGP ഓഫീസിന് പരിസരത്ത് ഇല്ല എന്നുള്ളതൊരു ആശ്വാസകരമാണ്. ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. DGP ഓഫീസിൻ്റെ ഇപ്പോൾ പ്രവർത്തകർ സമാധാനപരമായി ഉള്ള മാർച്ചിലേക്ക് കടന്നിരിക്കുന്നു. ഇനി തിരികെ വീണ്ടും സംഘടിക്കുമോ എന്ന് വ്യക്തമല്ല. എന്തായാലും കൂടുതൽ അക്രമങ്ങളിലേക്ക് പോകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നേതാക്കളുടെ ഇടപെടലിൽ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹരി, ഇത് എങ്ങനെയാണ് ഇവർ ഈ മാർച്ച് പ്ലാൻ ചെയ്യുന്നത്? നഗരം ചുറ്റി ഉള്ള പ്രതിഷേധമാണോ? അല്ല, ഇതൊരു പ്രതിഷേധമാകാനാണ് സാധ്യത. കാരണം അല്ലാതെ ഒരു മാർച്ചായിട്ട് അവർ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ നിന്ന് ഒരു പ്രതിഷേധ സൂചകമായി മുദ്രാവാക്യം വിളികളുമായി ശശി തരൂർ എം.പിയുടെ നേതൃത്വത്തിൽ നേരെ KPCC ഓഫീസിലേക്ക്, അതായത് ഈ ദേഹാസ്വാസ്ഥ്യം വന്ന നേതാക്കളെ ഉൾപ്പെടെയുള്ളവരെ KPCC ആസ്ഥാനത്തേക്കാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. അപ്പോൾ അവരെ കാണുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനെ ഒരു പ്രതിഷേധ നടത്താം എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ ഏകദേശം ഒരു 50ഓളം പ്രവർത്തകരുണ്ട്. ശശി തരൂർ എം.പിയുടെ നേതൃത്വത്തിൽ പോകുന്നു. എന്തായാലും ഒരു പ്രതിഷേധ സാധ്യതയില്ല. പിന്നെ ഒരു കണ്ടറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അവിടെ യാത്രയൊക്കെ ഈ വഴിയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പരിസരത്തൊക്കെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഫ്ലെക്സ് ബോർഡുകളോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഞാനും ഇനി അവർ തകർക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. എന്തായാലും ഈ വരുന്ന വഴിക്കൊന്നും അങ്ങനെയൊന്നും കണ്ടില്ല. അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു അക്രമ സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായില്ല. പക്ഷേ ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്തായാലും ആ ഒരു സംഭവം മാത്രമേ ഇനി നടക്കാൻ സാധ്യതയുള്ളൂ. എന്തെങ്കിലും തരത്തിൽ അക്രമ സംഭവങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെങ്കിൽ അത് ഞാൻ പറഞ്ഞ ഈ രീതിയിലായിരിക്കണം. പക്ഷേ ഇവിടെയൊന്നും പ്രത്യേകിച്ച് ബോർഡുകളോ അങ്ങനെ കൊടിതോരണങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നു നേരത്തെ പോയ പ്രതിഷേധക്കാർ ഇവിടെ നശിപ്പിച്ചിട്ടേക്കുന്നതാണെന്ന് തോന്നുന്നു. കൊടിതോരണങ്ങളൊക്കെ ഈ ഡിവൈഡറിൻ്റെ ഭാഗത്തൊക്കെ കെട്ടിയിട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ റോഡിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തകർ ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ KPCC ആസ്ഥാനത്തേക്ക് എത്തും.